നമ്മളെല്ലാവരും വാർത്തകളിൽ കാണുന്ന ഒന്നാണ് എസ് ഐ ആർ സ്പെഷ്യൽ ഇൻസെൻറ്റീവ് റിവിഷൻ അഥവാ തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ യജ്ഞം നടന്നുകൊണ്ടിരിക്കുകയാണ്. എസ്.ഐ.ആറിൻ്റെ ഭാഗമായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള എന്യൂമറേഷൻ ഫോമുമായി BLOമാർ, ബൂത്ത് ലെവൽ ഓഫീസർമാർ നമ്മുടെയൊക്കെ വീടുകളിൽ വരുന്നുണ്ടായിരിക്കും. ഒരു വോട്ടർക്ക് 2 ഫോം എന്ന രീതിയിൽ ദേശീയ ഇലക്ഷൻ മിഷൻ പുറത്തിറക്കിയ 2025 വോട്ടർ പട്ടികയിലുള്ള എല്ലാ വോട്ടർമാർക്കും മുകൾ ലഭിക്കുന്നതാണ്. 2 തരത്തിലുള്ള വോട്ടർ പട്ടികയാണ് നിലവിലുള്ളത്. ഒന്ന് പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കേരള ഇലക്ഷൻ കമ്മീഷൻ പുറത്തെടുക്കുന്ന വോട്ടർ പട്ടികയും അതുപോലെ നിയമസഭാ ഇലക്ഷനുകളുമായി ബന്ധപ്പെട്ട് നാഷണൽ ഇലക്ഷൻ കമ്മീഷൻ, ദേശീയ ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കുന്ന വോട്ടർ പട്ടിക എന്നിങ്ങനെയാണ് 2 തരത്തിലുള്ള വോട്ടർ പട്ടികകളാണ് നിലവിലുള്ളത്. SIR എന്നത് ദേശീയ ഇലക്ഷൻ കമ്മീഷൻ, ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ഒരു പ്രോസസ്സാണ്. അത് പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള പഞ്ചായത്ത് വോട്ടർ പട്ടികയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും അതിനില്ല. ഇപ്പോൾ പുതുക്കൽ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് വോട്ടർ പട്ടിക പുതുക്കുന്നത് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, നാഷണൽ ഇലക്ഷൻ കമ്മീഷണറിൻ്റെ വോട്ടർ പട്ടികയാണ്. ഇങ്ങനെ ഈ SIRമായി ബന്ധപ്പെട്ടും SIR എന്യൂമറേഷൻ ഫോമിൽ ഫിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ആശങ്കകൾ ആളുകൾക്ക് നിലവിലുണ്ട്. എന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്യുന്നത് എങ്ങനെ, അതിനകത്ത പാകപ്പിഴകൾ വന്നാൽ എന്ത് സംഭവിക്കും, ഒരു വോട്ടറുടെ വോട്ട് നഷ്ടപ്പെടുമോ, അങ്ങനെയുള്ള പല ആശങ്കകളും ഓരോ ആളുകൾക്കുമുണ്ട്. എന്നാൽ ഈ എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുക എന്നത് വളരെ സിമ്പിളാണ്. ഇതിനകത്ത് ആശങ്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ പ്രയാസപ്പെടേണ്ടതായ ഒന്നും തന്നെയില്ല. വളരെ സിമ്പിളായി നമുക്ക് ഈ ഫോം ഫിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഒരു എന്യൂമറേഷൻ ഫോം നമ്മുടെയൊക്കെ വീടുകളിൽ BLOമാർ കൊണ്ടു നൽകിയിട്ടുണ്ടായിരിക്കും. ഇതിനകത്ത് എങ്ങനെ പൂരിപ്പിക്കണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. 2025 നാഷണൽ ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയ വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാ വോട്ടർമാർക്കും ഇത്തരത്തിലുള്ള എന്യൂമറേഷൻ ഫോം ലഭിക്കുന്നതാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെയൊക്കെ വീടുകളിൽ BLOമാർ ഇതുകൊണ്ട് നൽകുന്നതാണ്. ഒരു വോട്ടർക്ക് 2 ഫോം എന്ന രീതിയിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഒരു ഫോം ഫിൽ ചെയ്തുകൊണ്ട് BLOയ്ക്ക് തിരികെ നൽകേണ്ടതുണ്ട്. ഒരു ഫോം ഒരു റെസീറ്റായി നമുക്ക് തന്നെ സൂക്ഷിക്കാനുള്ളതാണ്. എങ്ങനെയാണ് ഇത് ഫിൽ ചെയ്യുക എന്നതാണ് നമുക്ക് പരിശോധിക്കാം. ഇതിനകത്ത് ഏറ്റവും മുകളിലെ ഭാഗത്ത് വോട്ടറുടെ പേര്, അയാളുടെ എപ്പിക് നമ്പർ, അയാളുടെ വിവരങ്ങളെല്ലാം കാണുന്നുണ്ട്. ഫോട്ടോ അടക്കം അവിടെ കാണുന്നുണ്ട്. ആദ്യ ഭാഗത്ത് ഏറ്റവും മുകളിൽ ഇടതായി വോട്ടറുടെ പേര്, എപ്പിക് നമ്പർ അഥവാ വോട്ടർ ID നമ്പർ, അതുപോലെ അയാളുടെ വിലാസം എല്ലാം കൃത്യമായി അവിടെ കാണുന്നുണ്ട്. എപ്പിക് നമ്പർ അറിയാത്തവർ പഴയ വോട്ടർ IDയിൽ നോക്കിയാൽ മതി. തൊട്ടടുത്ത കോളത്തിൽ വോട്ടറുടെ 2025 വോട്ടർ പട്ടികയിലുള്ള ക്രമ നമ്പറും പാർട്ട് നമ്പറും അതായത് ബൂത്ത് നമ്പറും തുടങ്ങിയ കാര്യങ്ങളുമാണ് അവിടെ കാണുന്നത്. അതുപോലെ മൂന്നാമത്തെ കോളത്തിൽ ഒരു QR കോഡുണ്ട്. ആ വോട്ടറുടെ വിശദമായ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു QR കോഡാണത്. അതുപോലെ തൊട്ടടുത്തുള്ള നിലവിലെ വോട്ടർ പട്ടികയിലുള്ള ഒരു ഫോട്ടോ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഫോട്ടോ മാറ്റണമെന്നുണ്ടെങ്കിൽ പുതുതായി ഒരു ഫോട്ടോ അവിടെ പതിക്കാനുള്ള സ്പേസും കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിലവിൽ ഇത്രയും വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഫോമാണ് നമുക്ക് ബൂത്ത് ലെവൽ ഓഫീസർമാർ, BLOമാർ വീടുകളിൽ കൊണ്ടു നൽകുന്നത്. ഇനി താഴേക്ക് വരുമ്പോൾ ഇവിടെ 3 ഭാഗങ്ങളായിട്ടാണുള്ളത്. 3 ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായി നമുക്കിവിടെ വോട്ടറുടെ വിവരങ്ങൾ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. വോട്ടറുടെ പേരും വിവരങ്ങളും മുകളിൽ കാണുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് നൽകേണ്ടത് വോട്ടറുടെ ജനന തീയതി, അത് എഴുതാനുള്ള സ്പേസ് അവിടെയുണ്ട്. ഇവിടെ ഡേറ്റ്, മന്ത്, ഇയർ എന്ന രീതിയിൽ തന്നെ എഴുതേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ജനുവരി 1, 2000 ആണെങ്കിൽ 01/01/2000 എന്ന രീതിയിൽ തന്നെ എഴുതേണ്ടതുണ്ട്. തൊട്ട് താഴെ ആധാർ നമ്പർ ആണ് ചോദിക്കുന്നത്. ആധാർ നമ്പർ ഓപ്ഷണലാണ്, നിർബന്ധമില്ല. അത് നൽകാൻ താല്പര്യമുണ്ടെങ്കിൽ നൽകാവുന്നതാണ്. അതിന് നേരെയുള്ള കോളത്തിൽ അത് കൃത്യമായി അവിടെ രേഖപ്പെടുത്തുക. താഴെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. അത് കൃത്യമായി അവിടെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഓരോ വോട്ടറുടെയും മൊബൈൽ നമ്പർ അവിടെ കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആ വോട്ടർക്ക് ഇനി മൊബൈൽ നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ബന്ധുവിൻ്റെയോ മറ്റാരുടെയെങ്കിലോ മൊബൈൽ നമ്പർ അവിടെ നൽകണം. അതിനുശേഷം ചോദിക്കുന്നത് പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേരാണ്. ആ വോട്ടറുടെ പിതാവിൻ്റെയോ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേരാണ് അവിടെ നൽകേണ്ടത്. അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ പേര് അവിടെ കൊടുക്കുക. തൊട്ട് താഴെ പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ എപ്പിക് നമ്പറാണ്. എപ്പിക് നമ്പർ എന്നത് നേരത്തെ പറഞ്ഞ വോട്ടർ ID നമ്പറാണ്. എപ്പിക് നമ്പർ എന്ന് പറയുന്നത് പിതാവിൻ്റെയോ രക്ഷിതാവിൻ്റെയോ നിലവിലുള്ള വോട്ടർ ID നമ്പറാണ് അവിടെ എൻ്റർ ചെയ്യേണ്ടത്. അത് ലഭ്യമെങ്കിൽ എന്ന് പറയുന്നുണ്ട്, നിർബന്ധമില്ല. താഴെ ചോദിക്കുന്ന മാതാവിൻ്റെ പേരാണ്. മാതാവിൻ്റെ പേര് അതുപോലെ കൃത്യമായി രേഖപ്പെടുത്തുക. മാതാവിൻ്റെ എപ്പിക് നമ്പർ, മാതാവിൻ്റെ വോട്ടർ ID നമ്പർ ലഭ്യമാണെങ്കിൽ അതും അവിടെ രേഖപ്പെടുത്തുക. പങ്കാളിയുടെ പേര് ബാധകമാണെങ്കിൽ, കല്യാണം കഴിച്ച ആളുകളുടെ ആണെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പേര് അവിടെ നൽകുക.
അതുപോലെ പങ്കാളിയുടെ എപ്പിക് നമ്പർ, പങ്കാളിയുടെ വോട്ടർ ID നമ്പർ അവിടെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത് ലഭ്യമെങ്കിൽ മാത്രം രേഖപ്പെടുത്തിയാൽ മതി. അങ്ങനെ ആദ്യത്തെ ഭാഗം നമ്മൾ ഫിൽ ചെയ്തിരിക്കുകയാണ്. ഇനി പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ്. ഇതിന്റെ ഇടത് ഭാഗത്തും വലത് ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ടും രണ്ട് രീതിയിൽ. ഇടത് ഭാഗത്തുള്ള നിലവിലെ 2002 വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് ആണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. 2002 വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുള്ള ആളാണെങ്കിൽ മാത്രം ഈ ഇടത് ഭാഗത്തുള്ള ഭാഗം ഫിൽ ചെയ്യേണ്ടതാണ്. 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളാണ് എന്നുണ്ടെങ്കിൽ വലതുഭാഗത്ത് കാണുന്ന ഭാഗമാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് 2002 വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരാളാണ് ഇത് ഫിൽ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അയാളുടെ പേര് അവിടെ രേഖപ്പെടുത്തുക. അയാളുടെ അന്നത്തെ വോട്ടർ ID നമ്പർ, പുതിയ വോട്ടർ IDയും പഴയ വോട്ടർ IDയും നമ്പറും തമ്മിൽ വ്യത്യാസമുണ്ടായിരിക്കും. പഴയ വോട്ടർ ID KL എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പറാണ്. നിലവിലെ വോട്ടർ IDയിലെ നമ്പർ എല്ലാം മാറിയിട്ടുണ്ട്. പഴയ നമ്പർ KL എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പറാണ്. പണ്ട് കാലത്ത് നമ്മുടെ ലാമിനേഷൻ ചെയ്ത് കിട്ടുന്ന ഒരു വോട്ടർ ID ആയിരിക്കും ഉണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് ATM കാർഡ് രൂപത്തിലുള്ള വോട്ടർ ID ആണ് ലഭിക്കുന്നത്. അതിലെയും പഴയ വോട്ടർ ID നമ്പറിലെയും പഴയ വോട്ടർ ID കാർഡിലെയും നമ്പർ വ്യത്യാസമുണ്ട്. അത് ലഭ്യമെങ്കിൽ മാത്രം അവിടെ എൻ്റർ ചെയ്താൽ മതി, നിർബന്ധമില്ല. ഇവിടെ ബന്ധുവിന്റെ പേരെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണെങ്കിൽ അയാളുടെ ബന്ധുവിന്റെ പേരാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. തൊട്ട് താഴെ ജില്ല, സംസ്ഥാനത്തിന്റെ പേര്, നിയമസഭാ മണ്ഡലത്തിന്റെ പേര് എന്നിവയെല്ലാം കൃത്യമായി അവിടെ രേഖപ്പെടുത്തുക. 2002 വോട്ടർ പട്ടികയിലെ പേരാണ് അവിടെ കൊടുക്കേണ്ടത്. നിലവിലെ നിയമസഭാ മണ്ഡലം ഒക്കെ ഒരു പക്ഷെ മാറ്റം വന്നേക്കാം. ഇവിടെ കൊടുക്കേണ്ടതെല്ലാം 2002 നിയമസഭാ മണ്ഡലത്തിന്റെയും 2002 വോട്ടർ പട്ടികയിലെ ഡീറ്റെയിൽസ് പ്രകാരമാണ്. ഇവിടെ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ചോദിക്കുന്നുണ്ട്. അതുപോലെ ഭാഗം നമ്പറും ചോദിക്കുന്നുണ്ട്. ബൂത്ത് നമ്പർ, ആ ബൂത്ത് നമ്പറിന്റെ അകത്തെ വോട്ടർ പട്ടികയിലുള്ള ക്രമ നമ്പർ അവിടെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇതെല്ലാം നമുക്ക് BLO മുഖാന്തരം ലഭിക്കുന്നതാണ്. അതല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓരോ വോട്ടറുടെയും വോട്ട് ഉണ്ടോ എന്നുള്ളതും നമ്മുടെ ബന്ധുവിന്റെ വോട്ടും ഒക്കെ ഓൺലൈൻ മുഖാന്തരം നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതിൽ സാധിക്കാത്ത ആളുകൾ നിങ്ങളുടെ BLOമാരെ വിളിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതിന്റെ വലതുഭാഗത്തേക്ക് വരുമ്പോൾ വലതുഭാഗത്ത് കാണുന്ന കോളത്തിൽ 2025 വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലും 2002 വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടാത്ത ആളാണ് ഈ ഭാഗം ഫിൽ ചെയ്യേണ്ടത്. 2002 വോട്ടർ പട്ടികയിൽ പേരില്ല, എന്നാൽ 2025 വോട്ടർ പട്ടികയിൽ പേരുണ്ട് താനും. അത്തരം ആളുകളാണ് വലതുഭാഗത്ത് കാണുന്ന ഈ ഭാഗം പൂരിപ്പിക്കേണ്ടത്. ഇവിടെ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ എന്യൂമറേഷൻ ഫോം ആണ് ഫിൽ ചെയ്യുന്നത്. ഇവിടെ പേരെന്ന് കാണുന്ന ഭാഗത്ത് എൻ്റെ പേരല്ല കൊടുക്കേണ്ടത്. ഞാനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ 2022 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആരാണോ ഉള്ളത് അവരുടെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഒരു പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ അച്ഛൻ്റെ ഏട്ടന്മാരോ അച്ഛൻ്റെ അനിയന്മാരോ ഒക്കെ ഉണ്ടായിരിക്കും. അവരുടെ പേര് ഇവിടെ കൊടുക്കാം. ഇവിടെ എൻ്റെ അച്ഛൻ്റെ പേര് ഞാൻ നൽകുകയാണ്. എൻ്റെ എന്യൂമറേഷൻ ഫോമാണ്. ഞാൻ എന്ന വോട്ടറുടെ എന്യൂമറേഷൻ ഫോമാണ് ഫിൽ ചെയ്യുന്നത്. എൻ്റെ വിവരങ്ങളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. തൊട്ട് താഴെ ഈ വലതുഭാഗത്തുള്ള കോളത്തിൽ എൻ്റെ അച്ഛൻ്റെ പേര് നൽകുകയാണ്. തൊട്ട് താഴെ ഇവിടെ ഈ വലതുഭാഗത്തുള്ള കോളത്തിൽ അച്ഛൻ്റെ പേര് അല്ലെങ്കിൽ അമ്മയുടെ പേരാണ് നൽകേണ്ടത്. 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അച്ഛനോ അമ്മയോ അവിടെ കൊടുക്കുക. തൊട്ട് താഴെ എപ്പിക് നമ്പർ ആണ് പറയുന്നത്. 2002 വോട്ടർ ID കാർഡ് നമ്പറാണ് അവിടെ എൻ്റർ ചെയ്യേണ്ടത്. അത് ലഭ്യമെങ്കിൽ മാത്രം ഇവിടെ എൻ്റർ ചെയ്താൽ മതി. അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്പേസ് വിടാം. തൊട്ട് താഴെ ബന്ധുവിന്റെ പേരാണ് ചോദിക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ മുകളിൽ പേര് കൊടുത്തിട്ടുള്ള ആളുടെ ബന്ധുവിന്റെ പേര്. ഇപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ പേരാണ് അവിടെ കൊടുക്കുന്നതെങ്കിൽ അച്ഛൻ്റെ പേരാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. ബന്ധുവിന്റെ പേരെന്ന ഭാഗത്ത് എൻ്റെ അച്ഛൻ്റെ പേരാണ് രേഖപ്പെടുത്തേണ്ടത്. തൊട്ട് താഴെ ബന്ധം എന്ന് പറയുന്നുണ്ട്, അത് കൃത്യമായി നൽകുക. പിന്നീട് ജില്ല, സംസ്ഥാനത്തിന്റെ പേര്, നിയമസഭാ മണ്ഡലത്തിന്റെ പേര് എന്നിവയെല്ലാം കൃത്യമായി രേഖപ്പെടുത്തുക. 2002 നിയമസഭാ മണ്ഡലത്തിന്റെ പേരാണ് കൊടുക്കേണ്ടത്. അതിന്റെ നമ്പർ, അതുപോലെ ഭാഗം നമ്പർ അഥവാ ബൂത്ത് നമ്പർ അന്നത്തെ വോട്ടർ പട്ടികയിൽ 2002 ഉൾപ്പെട്ടിട്ടുള്ള ആളുടെ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ക്രമ നമ്പറുമാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. പിന്നെ ഒരു ഡിക്ലറേഷനാണ്. ഡിക്ലറേഷൻ എല്ലാം കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയ ശേഷം താഴെ വോട്ടറുടെ ഒപ്പ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇവിടെ വോട്ടർ തന്നെ നിർബന്ധമായി ഒപ്പ് വെക്കണമെന്നില്ല.
വോട്ടർ നിലവിൽ സ്ഥലത്തില്ല എന്നുണ്ടെങ്കിൽ മുതിർന്ന ഏതെങ്കിലും കുടുംബാംഗത്തിന്റെ പേരെഴുതി ഒപ്പിട്ട് നൽകാൻ സാധിക്കുന്നതാണ്. ഇവിടെ കല്യാണം കഴിച്ചു വന്ന ഒരാളുടെ വിവരങ്ങളാണ് നൽകുന്നത്, അല്ലെങ്കിൽ കല്യാണം കഴിച്ചു വന്ന ഒരാളുടെ എന്യൂമറേഷൻ ഫോം ആണ് ഫിൽ ചെയ്യുന്നതെങ്കിൽ അയാളുടെ സ്വന്തം അച്ഛൻ്റെയോ അമ്മയുടെയോ വിവരങ്ങളാണ് ഇവിടെ നൽകേണ്ടത്. ഉദാഹരണത്തിന് എൻ്റെ ഭാര്യയുടെ ഫോമാണ് ഞാൻ ഫിൽ ചെയ്യുന്നതെങ്കിൽ ഈ ഭാഗത്ത് ഭാര്യയുടെ സ്വന്തം അച്ഛൻ്റെയോ അമ്മയുടെയോ 2002 വോട്ടർ പട്ടികയിൽ ഉള്ളത് ആരാണോ അവരുടെ വിവരങ്ങളാണ് ഇവിടെ നൽകേണ്ടത്. അത് അവരുടെ നാട്ടിലെ BLOയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഓൺലൈനിലൂടെയോ വിവരങ്ങൾ ശേഖരിക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന 2 ഫോമിലെ വിവരങ്ങൾ പൂരിപ്പിച്ച ശേഷം ഒരു ഫോം BLOമാർക്ക് നൽകുകയും ഒരു ഫോം നമുക്ക് നമ്മുടെ കൈകളിൽ സൂക്ഷിക്കുകയും ചെയ്യുക. പിന്നീട് ഫെബ്രുവരി മാസത്തിൽ ഇറങ്ങുന്ന കരട് പട്ടികയിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇത് BLOമാർ അപ്ലോഡ് ചെയ്യുകയും അതിലൂടെ 2026 ഫെബ്രുവരിയിൽ പുറത്തിറങ്ങുന്ന കരട് വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടാവും. ഒരു പക്ഷേ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരില്ല, ബാക്കിയുള്ള ആളുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈവശം സൂക്ഷിച്ചിട്ടുള്ള ഈ മറ്റൊരു കോപ്പി റെസിപ്റ്റ് വെച്ചിട്ട് നമുക്ക് രണ്ടാമത് ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ മാനുവലായി എന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്യുന്നതിന് പകരം ഓൺലൈനായി നമുക്ക് SIRന്റെ ഭാഗമായിട്ട് ഫോം ഫിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. SIR അഥവാ വോട്ടർ പട്ടിക പുതുക്കൽ പ്രോസസ്സിലെ എന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്യുന്ന വിധമാണ് പറഞ്ഞിട്ടുള്ളത്. ഏറെക്കുറെ എല്ലാവർക്കും ബോധ്യമായി എന്ന് കരുതുന്നു.